നമസ്കാരം, നാഗലക്ഷ്മിയാണ്, ഇൻഷുറൻസ് അഡ്വൈസർ. എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം. നിങ്ങൾ ഒരാഴ്ചത്തേക്ക് വീട്ടിൽ നിന്നും ഒരു ബിസിനസ് ട്രിപ്പിനോ എന്തെങ്കിലും ഒരു കാര്യത്തിന് മാറി നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ വീട്ടു ചെലവിനായി ഒരു തുക വീട്ടിൽ നൽകാറില്ലേ? ഇനി ഇത് ഒരാഴ്ച എന്നത് ഒരു മാസമാണെങ്കിലോ? പത്രം, പാല്, പലചരക്ക്, പച്ചക്കറി തുടങ്ങിയ കാര്യങ്ങൾക്കായി മിനിമം 20,000 രൂപയെങ്കിലും നിങ്ങൾ മാറ്റിവെക്കാറില്ലേ? ഇനി ഒരു മാസം എന്നത് 6 മാസമോ 1 വർഷമോ ആണെങ്കിൽ പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള ഒരു തുക നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ കുടുംബത്തിലേക്ക് വകമാറ്റി വെക്കാറുണ്ട്. അത് ATM കാർഡ് കൊടുക്കലാവാം, അതല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ ആവാം, അതല്ല ലിക്വിഡ് ക്യാഷ് ആയിട്ടും നിങ്ങൾക്ക് കൊടുക്കാം. ഇനി വീട്ടിൽ നിന്നും രാവിലെ ഇറങ്ങിപ്പോയ ആള് പിന്നീട് ഒരിക്കലും തിരിച്ചെത്തുന്നില്ല എങ്കിൽ ആ കുടുംബത്തിൻ്റെ അവസ്ഥ എന്താകും? ഈ ഒരു ദുരവസ്ഥയെപ്പറ്റി ചിന്തിക്കുന്നവരാണ് ഇൻഷുറൻസ് എടുക്കുന്നത്. കുടുംബത്തോട് സ്നേഹമുള്ളവരെല്ലാവരും ഇൻഷുറൻസ് എടുക്കും. സമ്പന്നനാവാൻ വേണ്ടിയല്ല ഇൻഷുറൻസ് എടുക്കുന്നത്, കുടുംബം ദരിദ്രമായി പോവാതിരിക്കാൻ വേണ്ടിയാണ്. നമ്മളുടെ കുടുംബത്തിൻ്റെ ഭാവി ക്ഷേമത്തിനുള്ള ഒരു വാഗ്ദാനമാണ് ഇൻഷുറൻസ്. ഈ വാഗ്ദാനം നിങ്ങൾ പാലിക്കില്ലേ? നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു പ്ലാൻ സജസ്റ്റ് ചെയ്യാൻ നിങ്ങൾ ഞാനുമായി കോൺടാക്ട് ചെയ്യുക. ദിസ് ഇസ് നാഗലക്ഷ്മി, ഇൻഷുറൻസ് അഡ്വൈസർ. താങ്ക് യു.